വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബിറാമി. ഇന്നത്തെ വീഡിയോ എന്നിട്ട് നമുക്കുണ്ടാവുന്ന പാടുകൾ, ചുളിവുകൾ, ലാഫിംഗ് ലൈൻസ് അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക പ്രശ്നങ്ങൾ, ഫേസിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് ഫേസ് മസാജാണ് ഗൈസ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 8 മസാജാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. കാരണം എനിക്ക് ഓയിൽസ് ഒന്നും യൂസ് ചെയ്ത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എൻ്റെ മുഖത്ത് പെട്ടെന്ന് പിമ്പിൾസ് വരും ഓയിൽ സ്കിൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഈ ഒരു അലോവേര ജെൽ എടുക്കാം. ഇല്ല നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഏതെങ്കിലും ഓയിൽസ് എടുക്കാം, സെറം എടുക്കാം, നമ്മുടെ മോയ്സ്ചറൈസർ എടുക്കാം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരിക്കലും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നിൽ കയറിയിട്ട് നമ്മൾ ഇതുപോലെ എന്താണ് ഫേസ് മസാജോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഏതെങ്കിലും ഇതുപോലുള്ള ഓയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ ഒരു ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത്, രാവിലെയാണോ അല്ലെങ്കിൽ വൈകുന്നേരമാണോ, ഉറങ്ങാൻ പോണതിന് മുന്നേ ആണോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫേസ് മസാജ് ചെയ്യാം കേട്ടോ. അതിന് ഇന്ന സമയമൊന്നുമില്ല. പക്ഷെ ഒരു ഡേയിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകണം. നമ്മൾ കൈ ഇതേ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഡബിൾ ചിന്നുള്ള ആൾക്കാരാണെങ്കിൽ, കഴുത്ത് ഭയങ്കര സാഗി ആയിട്ടാണ് കഴുത്ത് കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മസാജ് ട്രൈ ചെയ്തോളാം. വളരെ ഈസിയാണ്. ആദ്യം നമ്മൾ ഭയങ്കര പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അത് പയ്യെ പയ്യെ കുറച്ച് ഹാർഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരുപാട് ഹാർഡായിട്ടൊന്നുമല്ല. ഞാൻ ഈ ഇതിൽ കാണിക്കും പോലെ ചെയ്താൽ നമുക്ക് നല്ലൊരു റിലീഫും നല്ലൊരു റിലാക്സേഷനൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു മസാജാണ് കേട്ടോ. നമ്മുടെ കഴുത്തിനൊക്കെ പെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനും ഒക്കെ ഈ ഒരു മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് മസാജിലോട്ട് പോകാം. അപ്പോൾ രണ്ടാമത്തെ മസാജ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടുള്ള മസാജാണ്. അപ്പോൾ 2 വിരൽ നമ്മുടെ നോസിൻ്റെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് ദേ ഇങ്ങനെ മേലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. മസാജ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കവിളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കവിൾ ഇഷ്ടമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കവിൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഒരിക്കലും നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് മസാജ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മുടെ ഫേസിന് അത് നല്ലതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ മസാജ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ മൂന്നാമത്തെ മസാജ് ഇതേ നമ്മൾ നേരത്തെ കഴുത്തിൽ മസാജ് ചെയ്ത പോലെ തന്നെ വച്ചതിന് ശേഷം നമ്മൾ കവിളിലേക്ക് മേലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ കവിൾ ഇങ്ങനെ തൂങ്ങുന്ന പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും, അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ കുരുക്കളൊക്കെ വന്നിട്ട് പോയിട്ടുള്ള പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഈ ഒരു മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ജോ ലൈനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു എണ്ണ ഒക്കെ വെച്ചിട്ട്, അതായത് 1 2 3 4 എന്നൊക്കെ എണ്ണി ചെയ്യുകയാണ്, ഒരു 20 ടൈംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മസാജാണ് കേട്ടോ ഇത്. ഇനി വരുന്ന നാലാമത്തെ മസാജ് വന്നിട്ട് അത് നമ്മുടെ ഈ ഒരു നെറ്റിയിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മസാജാണ്. നമ്മുടെ കൈയുടെ വിരൽ ഇങ്ങനെ വച്ചതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ നമ്മൾ പെയ്യെ കുറച്ച് കൂടുതലായിട്ട്, അതായത് കുറച്ച് ഹാർഡായിട്ട് ചെയ്യാൻ, കുറച്ച് നല്ല ഹാർഡല്ല, കുറച്ച് അത്യാവശ്യം ഹാർഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇങ്ങനെ മേലേക്ക് നെറ്റി ഇങ്ങനെ വലിച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു മസാജാണ് കേട്ടോ. നമ്മുടെ നെറ്റിയിലുണ്ടാവുന്ന ഈ ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ നെറ്റിൽ ഇങ്ങനെ ചുളിവ് വീഴാറുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മസാജ് ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് അഞ്ചാമത്തെ മസാജ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ അഞ്ചാമത്തെ മസാജ് വരുന്നത് നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ചുളിവുകൾ ഉണ്ടല്ലോ, അതായത് അത് ലാഫിംഗ് ലൈൻസ് തന്നെയാണ്, ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ചുളിവുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് മസാജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വിരൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ് കേട്ടോ. ഒരു 20 വട്ടമൊക്കെ നിങ്ങൾ ഡെയിലി ഒരു സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ 2 സൈഡിലായിട്ട് ഒരു 40 വട്ടമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് നമ്മുടെ കണ്ണിൻ്റെ സൈഡുകളിൽ ഉണ്ടാകുന്ന ചുളിവുകൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണ നല്ലൊരു ഫേസ് മസാജാണ് കേട്ടോ.
നമ്മൾ ഒരിക്കലും ഒരുപാട് ഏജ് ആയിട്ടില്ലെങ്കിൽ ഒരു 30 വയസ്സാവട്ടെ 35 വയസ്സായിട്ടൊക്കെ ഫേസ് മസാജൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അപ്പോഴല്ലേ എനിക്ക് ഫേസിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. നമ്മൾ ഫേസ് മസാജ് ഒരു 25 വയസ്സ് തൊട്ടുള്ള എല്ലാ ആൾക്കാരും ഫേസ് മസാജ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഫേസിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫേസ് മസാജ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുന്ന സമയത്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അത് നമ്മുടെ ഫേസിന് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ആറാമത്തെ മസാജ് എന്താണെന്ന് നോക്കിയാലോ. ആറാമത്തെ മസാജ് വന്നിട്ട് നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു മസാജാണ്, ഐ മസാജാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കുറച്ച് ഏജ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു വീക്കം പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോടിയായിട്ട് ചെയ്യാൻ പറ്റണ നല്ലൊരു ഐ മസാജാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതേ ഉള്ളൂ അല്ലേ. നമ്മളെന്താ ഹാർഡായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി നോക്കരുത്, കാരണം നമുക്കറിയാം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ളത്. വളരെ പയ്യെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 അല്ലെങ്കിൽ ഒരു 20 ടൈംസൊക്കെ നമുക്ക് ഇങ്ങനെ പയ്യെ പയ്യെ ചെയ്തു കൊടുക്കാം. ഇത് നമ്മുടെ ഫേസിനും നമ്മുടെ കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഏഴാമത്തെ മസാജ് ഐബ്രോ മസാജാണ് വരുന്നത്. ഐബ്രോ മസാജ് എന്താ പറയുക, നല്ലൊരു മസാജാണ്. ഒട്ടും ഈ ഐബ്രോസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസ് കൂടുതലായിട്ട് ഉണ്ടാവാനും നമ്മുടെ ഐബ്രോസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു ഐബ്രോസ് മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഡെയിലി ഇങ്ങനൊരു ഐബ്രോ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മസാജ് കൂടെ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ യാതൊരു മേക്കപ്പും ഇല്ലാണ്ട് ഫേസ് മസാജ് ചെയ്യുന്നതാണ് കേട്ടോ വളരെ നല്ലത്. അങ്ങനെ മേക്കപ്പോട് കൂടിയിട്ടൊന്നും ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്നതാണ് കേട്ടോ വളരെ നല്ലത്. ഞാൻ നേരത്തെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോയ്സ്ചറൈസർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ മസാജൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. നമുക്ക് അവസാനത്തെ ഫേസ് മസാജിലോട്ട് പോകാം. അപ്പോൾ എട്ടാമത്തെ ഫേസ് മസാജാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് മസാജാണ്. നമ്മളെ ഡബിൾ ചിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മസാജാണ്. ഇത് ഒരു 20 വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ തൂങ്ങിയ താടിയൊക്കെ ഉണ്ടല്ലോ, 2 താടിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ഫേസിൽ ധാരാളം മസിൽസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു മസിൽസ് ഒരുപാടുണ്ട്. അത് സാഗി ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പുഷ് ചെയ്തിട്ട് എന്താ പറയുക, നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസൊക്കെ ഒരു 10 വയസ്സ് ബാക്കോട്ട് 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നിക്കുന്ന രീതിക്കുള്ള മസാജുകളാണ് ഞാനിപ്പോൾ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മസാജുകളെല്ലാം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഡെയിലി ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കുക. ഇന്ന ഏജ് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാം. 20 വയസ്സ് തൊട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഫേസ് മസാജൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ് നല്ല ഗ്ലോയി ആയിട്ടിരിക്കാനും നമ്മൾ നല്ല യങ് ആയിട്ടിരിക്കാനും ഒക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ മസാജുകളാണ് കാണിച്ചത്. അപ്പം വളരെ കുഞ്ഞു സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണ മസാജുകളാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവസാനത്തെ മസാജ് ഇതാണ് കേട്ടോ. 2 സൈഡിൽ നമ്മളൊരു കൗണ്ട് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, നമുക്കൊരു മടുപ്പ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ചിന്തയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പം വളരെ നല്ല മസാജുകളാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.